ഹലോ, ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതിനും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്ക് തമ്പനെയിൽ ഉണ്ടാക്കുന്നതിനും അതേപോലെ മനോഹരമായ ഫോട്ടോ കൊളാഷ് ക്രിയേറ്റ് ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൈ നെയിം ഈസ് 𝗙𝗪𝗓𝗏𝗏. വെൽക്കം ടു മൈ ചാനൽ. Adobe 𝗙𝗏 എന്നാണ് ആപ്പിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴിയും ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിൻ്റെ ക്രിയേറ്റേഴ്സായ അഡോബിൽ നിന്നുള്ള 𝗙𝗏 ആപ്പിൽ മില്യൺ കണക്കിന് ഹൈ ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് സൗജന്യമായി ലഭ്യമാണ്. ഫോട്ടോ എഡിറ്റിങ്ങിലും ഡിസൈനിങ്ങിലും അല്പം പോലും സ്കില്ലില്ലാത്തവർക്ക് വരെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ആപ്പിൽ നമുക്ക് ആനിമേറ്റഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത്രയധികം സവിശേഷതകളുള്ള 𝗙𝗏 എന്ന കിടിലൻ ആപ്പിൻ്റെ ഫീച്ചേഴ്സാണ് ഈ വീഡിയോയിൽ നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ആപ്പിനൊന്ന് പരിചയപ്പെടാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 𝗙𝗏 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആപ്പ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആപ്പിൻ്റെ പേര്, Adobe 𝗙𝗏 ഗ്രാഫിക് ഡിസൈൻ ആൻഡ് സ്റ്റോറി ടെംപ്ലേറ്റ്സ് എന്നാണ്. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരിക. ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ മുകളിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂച്ചേർഡ്, പ്രീമിയം, അനിമേഷൻ, കൊളാഷ്, സീസണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ മെനു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ മെനു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 𝗙𝗏 കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. നമ്മുടെ അക്കൗണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ വാട്ടർമാർക്കൊക്കെ റിമൂവ് ആവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 850 പെർ മന്ത് ആണ്. പിന്നെ 8400 പെർ ഇയർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഞാനിതിൻ്റെ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രീ വേർഷൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ഈ കാണുന്ന ടെംപ്ലേറ്റ്സൊക്കെ, പ്രീമിയം ടെംപ്ലേറ്റ്സൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മെമ്പർഷിപ്പ് വേണം. പക്ഷേ നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്കിതിൽ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ കാണാം. ടെംപ്ലേറ്റ്സിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മൈ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കാണാം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റ്സും നമുക്കിതിൽ ഇതേപോലെ സേവ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാനിതിൽ എങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു തമ്പനെയിൽ ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഞാൻ നെറ്റ് ഒന്ന് ഓണാക്കാം. ഓക്കെ, അപ്പോൾ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലസ് സിമ്പിൾ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരുപാട് ഇതേപോലെ ഫ്രീ പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന പിക്ചേഴ്സൊക്കെ നമുക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് ഉപയോഗിച്ച് തമ്പനെയിലോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡോ എന്ത് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം മുകളിലൊരു നമുക്കൊരു സെർച്ച് ബട്ടൺ ഉണ്ട്. ഈ സെർച്ച് ബട്ടണിൽ നമുക്കിപ്പോൾ വാട്ടർഫോൾ എന്നാണ് കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ നമുക്ക് എന്ത് ഫോട്ടോ ആണോ വേണ്ടത് ആദ്യം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ സൺസെറ്റ് എന്ന് കൊടുക്കുകയാണ്. സൺസെറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സൺസെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈ ഡെഫിനിഷൻ പിക്ചേഴ്സ് നമുക്ക് ഒരുപാട് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിതിൽ ഇപ്പോൾ ഒരു ഫോട്ടോ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അതേസമയം നമുക്കിതിൽ മൾട്ടിപ്പിൾ ഇമേജസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2, 3, 4 ഫോട്ടോസ് നമുക്ക് ഒരേ സമയം സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ നമുക്കിതേപോലെ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് നെക്സ്റ്റ് വിൻഡോയിലേക്ക് ആഡായി കിട്ടും. ഇതേപോലെ നമ്മൾ ഈ ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് കാണാം മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഏത് ഫോർമാറ്റാണോ വേണ്ടത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. നമുക്കിവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെയോ ഇമേജ് സൈസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇൻസ്റ്റഗ്രാം പോർട്രേറ്റിൻ്റെ സൈസ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ആപ്പുകളുടെയും ഇമേജ് സൈസ് ഇതിലുണ്ട്. ഫേസ്ബുക്കിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബ് തമ്പനെയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇമേജ് കുറച്ചൊരു ഷോർട്ടാവും എന്നല്ല, അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇമേജിൽ ചെറിയ മാറ്റങ്ങൾ വരും.
ഇപ്പോൾ യൂട്യൂബ് തമ്പനെയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് തമ്പനെയിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്നുള്ള മുകളിലുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള നെക്സ്റ്റ് വിൻഡോയിലേക്ക് ഇത് വരും. ഇത് നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഈ മാറ്റർ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം ടി ആയിട്ടുള്ള പിക്ചേഴ്സ് ഇതേപോലെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ സൈഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാട്ടർമാർക്ക് കാണാം. പിന്നെ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിമൂവ് ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ വാട്ടർമാർക്ക് റിമൂവ് ആയി കിട്ടും. ഇത് അവർ എത്ര കാലം ഇതേപോലെ ഫ്രീ ആയിട്ട് തരുന്ന അറിയില്ല. ഇപ്പോൾ അവർ ലോഗോ റിമൂവ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോട്ടോ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഫോട്ടോ വേണ്ട നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഗ്യാലറിയുടെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലുള്ള എല്ലാ ഫോട്ടോസും ഇതേപോലെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോയിൽ വേണമെങ്കിൽ എഡിറ്റിംഗ് നടത്താം. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ റീപ്ലേസ് ആയി. ഇപ്പോൾ ഈ ഫോട്ടോ വന്നു. ഇതെൻ്റെ ഗ്യാലറിയിൽ നിന്നുള്ള ഫോട്ടോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എങ്ങനെയാണ് എന്തൊക്കെ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം വളരെ ക്വിക്കായിട്ട്. ഇതിൽ താഴെ നമുക്ക് പ്രധാനമായിട്ടും ഈ കാണുന്ന ഓപ്ഷനുകളാണുള്ളത്. നമ്മൾ ഈ ആഡ് എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇമേജിലേക്ക് ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വീണ്ടും ഉണ്ട്. നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാം. കളറൊക്കെ ചൂസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പുള്ള കളറും കാണാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് വേണമെങ്കിൽ നമുക്ക് ഫോണ്ട് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ നമുക്ക് ഫോണ്ടിൻ്റെ ഷേപ്പ് മാറ്റാനായിട്ട് സാധിക്കും. ഇതേപോലെ കണ്ടില്ല, ഷേപ്പ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് എഫക്ട്സ് സെലക്ട് ചെയ്യാം. ഫോണ്ടിൽ ഇതേപോലെ എഫക്ട്സ് കൊടുക്കാം. സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ അലൈൻമെൻ്റ് ഉണ്ട്. ലെഫ്റ്റും റൈറ്റും സെൻറ്ററൊക്കെ ആയിട്ട് നമുക്ക് അലൈൻമെൻറ്റ് ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സ്പേസിങ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമുക്കതിൽ രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമേജ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത ഇമേജിലേക്ക് തന്നെ മറ്റൊരു ഇമേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഒന്ന് നമുക്ക് കൊളാഷായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഇമേജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മൂവ് ഫ്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഈ അഡീഷണൽ ഇമേജ് ഇതേപോലെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനും പിന്നെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. ഞാൻ ഇമേജ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐക്കൺസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരുപാട് ഐക്കൺസ് ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏതാണോ വേണ്ടത് അത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മറ്റുള്ളത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗോ സെലക്ട് ചെയ്യാനാണ്. ലോഗോ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പ്രീമിയം ഫംഗ്ഷനാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ മെമ്പർഷിപ്പ് വേണം. അപ്പോൾ അതൊക്കെയാണ് ഈ ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിത് ആനിമേഷൻ ചെയ്യാം. ആനിമേറ്റഡ് മൂവിയാക്കി മാറ്റാൻ പറ്റും. നമുക്ക് ടെക്സ്റ്റൊക്കെ ഇതേപോലെ അനിമേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതിൽ ഒരുപാട് ലേഔട്ട്സ് ഉണ്ട്, ലേഔട്ട് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇതേപോലെ ലേഔട്ടാക്കി മാറ്റാൻ സാധിക്കും. കണ്ടില്ലേ, നിങ്ങൾ ഈ ലേഔട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് യൂസ് ആവുക നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ഫോട്ടോസ്, ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് നമ്മൾ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത് ആ സമയത്താണ് ഈ ലേഔട്ട് ഫംഗ്ഷൻ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക. അപ്പം ഞാൻ നിങ്ങൾക്കൊരു കുറച്ച് 2-3 ഇമേജ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഇമേജ് കൂടി ആഡ് ചെയ്യുകയാണ്. 2 ഇമേജ് ആഡ് ചെയ്യാം. ഇപ്പം കണ്ടില്ല, നമ്മൾ 2 ഇമേജ് ആഡ് ചെയ്തു. 2 ഇമേജ് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ 2 ഇമേജ് ഇതേപോലെ വന്നു. ഇനി നമുക്കിതിൻ്റെ ലേഔട്ട് നമുക്ക് ഇഷ്ടംപോലെ മാറ്റാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ലേഔട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര കോളംസ് വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഈ ലേഔട്ടിൽ വന്നിട്ട് ചൂസ് ചെയ്യാം.
അതേപോലെ തന്നെ ഇതിൽ നമുക്ക് പിന്നെ ബോർഡർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വീണ്ടും ഇതേപോലെ. പിന്നെ മറ്റൊന്ന് ഇതിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ല, നമ്മൾ ഇതേപോലെ ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു ചേഞ്ച് വരും, കണ്ടില്ലേ. ഇത് ഈ ആപ്പിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരുപാട് ഡിസൈനുകളാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതിൽ ടെക്സ്റ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ തമ്പനെയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനോഹരമായിട്ട് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രാൻഡിങ് ആണ്. അത് നമുക്കൊരു പ്രീമിയം ഫീച്ചറാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂട്യൂബ് തമ്പനെയിൽ സൈസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് ഫോട്ടോ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ സൈസിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് സൈസ് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷന് ഇതിലുണ്ട്. അപ്പം നിങ്ങളൊരു ഇപ്പം ഞാനിതിലേക്കൊരു ടെക്സ്റ്റ് ഇതേപോലെ ആഡ് ചെയ്തു. അപ്പോൾ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഒരു ഫൈനൽ ഔട്ട്കം ഓക്കെ. നമ്മളിപ്പോൾ ഇതേപോലെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാം ഒരു ഡൗൺലോഡ് സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഒരു ഡൗൺലോഡ് സിമ്പിൾ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആവും. അതല്ല നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ആപ്പിൻ്റെ ഐക്കൺ താഴെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതൊരു അനിമേറ്റഡ് മൂവി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ചെയ്യേണ്ടത് അത് എഡിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. ഇതൊരു 5 സെക്കൻഡ് ഒരു 4 സെക്കൻഡ് അനിമേറ്റഡ് മൂവിയാണിപ്പോൾ. അത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫോട്ടോ ആയിട്ട് ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അനിമേറ്റഡ് വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് ഒരു വീഡിയോ പോസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സ്പാർക്ക് പോസ്റ്റ് ആപ്പിനെ കുറിച്ചുള്ള വളരെ ബേസിക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. സ്പാർക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ